മണി ഭക്ഷണം കഴിക്കട്ടോ. ഇത് കട്ടലറ്റ്, ഇത് കോഫി. രാവിലെ നമ്മൾ കോഫി കുടിക്കുന്നു, എയർപോർട്ടിൽ പോകുന്നു, ഞാൻ മെക്സിക്കോയിൽ പോകുന്നു. അടിപൊളി ബ്രോ. പീസാണ്, ഫുൾ പീസാണ്. ഞാൻ ഇന്നലെ രാത്രി കഴിക്കേണ്ട ഫുഡ് ഞാൻ നല്ലപോലെ കഴിച്ചില്ല, അങ്ങനെ അത് പാക്ക് ചെയ്തെടുത്തു. പോവാം, എയർപോർട്ടിൽ പോവാം. അങ്ങനെ ഞാൻ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നു. വെളുപ്പാൻ കാലം, പുറത്ത് ഇരുട്ട്, കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ എണീക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം അറ്റ്ലാന്റയിലോട്ട് പോവാണ്. വീട് അറ്റ്ലാന്റയിൽ നിന്ന് കുറച്ച് പുറത്തായിരുന്നു കേട്ടോ. ഞാൻ അറ്റ്ലാന്റയിലാണ് ഇന്നലെ രാത്രി വന്നിറങ്ങിയത്. തിരിച്ചു തന്നെ രാവിലെ എല്ലാം ഇവർ ഓഫീസിൽ പോകുന്ന ആളുകളുടെ ഒരു ട്രാഫിക്കാണ് കേട്ടോ. അവരുടെ വണ്ടികൾ നീങ്ങുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അറ്റ്ലാന്റയിൽ ഞാൻ പോകുന്ന എയർപോർട്ട് വൺ ഓഫ് ദ ഇവിടുത്തെ ബിസിയസ്റ്റ് എയർപോർട്ടാണ് സംഭവം. അതാണ് നമ്മുടെ അറ്റ്ലാന്റ നഗരത്തിലെ കാഴ്ചകൾ. നമ്മൾ ഇനി എയർപോർട്ടിലോട്ട്, എന്താ ഗൂഗിളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണല്ലേ? ഇവിടുത്തെ റീജിയണൽ ഓഫീസാണ്. പിന്നെ പല കമ്പനികളുടെ ഓഫീസുകൾ ഡെലാവെയർ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. കാരണം അവിടെ എന്ന് പറയുമ്പോൾ ടാക്സ് ഇല്ല. പിന്നെ അവരുടെ കമ്പനി അവിടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഗുണമുണ്ട്. കൊക്കക്കോളയുടെ ബർത്ത് പ്ലേസ് ആയിട്ട് വരുന്നത് അറ്റ്ലാന്റയാണ് കേട്ടോ. അവിടെ ഒരു കൊക്കക്കോളയുടെ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലപോലെ കാണാൻ സാധിക്കില്ല, ബട്ട് കൊക്കക്കോളയുടെ ബർത്ത് പ്ലേസ് ഈ കാണുന്ന നഗരമാണ്. ബ്രോ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ഓർമ്മയ്ക്കെന്ന് പറഞ്ഞ് എനിക്ക് വാച്ച് തന്നു കേട്ടോ. വാച്ച് വർക്ക് പോലും ആവില്ല ബ്രോ. എന്നിട്ട് എങ്ങനെ തോന്നുന്നു ബ്രോ? ചുമ്മാ കേട്ടോ, ചുമ്മാ കളിയാക്കുന്നതാണ് ബ്രോ. എനിക്ക് ഇതിനിടയിൽ ഒരു ബാഗ് തന്നു. ബാഗ് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ആർക്കെങ്കിലും കൊടുക്കും, എനിക്ക് വേണ്ട. ബ്രോ എനിക്കൊരു ബാഗ് തന്നു. ഇതിനിടയിൽ പിന്നെ ഇവർ ക്രിസ്മസ് ഗിഫ്റ്റ് തന്നു. ഞാൻ ഓൾറെഡി വേറെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇനി സായിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, സായിക്കും സായിയുടെ അമ്മയ്ക്കും വേണ്ടി ഞാൻ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചു. സായിക്ക് ആക്ച്വലി എനിക്ക് വലിയ കംഫർട്ടായിട്ട് തോന്നിയില്ല. നല്ല ഗിഫ്റ്റ് അല്ല കേട്ടോ വാങ്ങിച്ചത്. സായി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു വെരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഇത് ഈവൻ സായി എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഇത് തുപ്പച്ചസ്ക് നാമോ, അതായത് ഒരു പെറുവിയൻ ലാംഗ്വേജിൽ സി യു അഗെയിൻ എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു സിൽവർ ഇതാണ് കേട്ടോ. സിൽവർ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നല്ല ഏതെങ്കിലും ജ്വല്ലറി വല്ല വാങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അമേരിക്ക വന്ന ആ ക്വാളിറ്റിയുള്ള ജ്വല്ലറി വാങ്ങിച്ച നിക്കർ കീറും, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ് ഞാൻ. നെക്സ്റ്റ് അറ്റ്ലാന്റ വരുമ്പോൾ അത്യാവശ്യം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യും. അറ്റ്ലാന്റ അല്ല, നെക്സ്റ്റ് വെസ്റ്റ് കോസ്റ്റ് സെൻട്രൽ ഭാഗം ഞാൻ അടിച്ചു പൊളിക്കും. ഹിച്ച് ചെയ്ത് മറ്റേ കൗബോയെ പോലെ ഞാൻ യാത്ര ചെയ്യും കേട്ടോ. എനിക്ക് അമേരിക്ക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അമേരിക്ക ബോറിങ്, അവിടെ ന്യൂയോർക്കും അത് മാത്രമേ ഉള്ളൂ. അതായത് ഈ ട്രാവലേഴ്സിൻ്റെ ഇടയിൽ കേട്ടോ. അല്ലാത്ത ആളുകൾക്ക്, ട്രാവൽ ചെയ്യാത്ത അധികം ഇങ്ങനത്തെ വൈബില്ലാത്ത ആളുകൾക്ക് അമേരിക്ക അല്ലെങ്കിൽ ടൈം സ്ക്വയർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഒരു രസമുള്ള സംഭവമാണ്. കാരണം അവർ കാഴ്ചകൾ കൊണ്ട് അഡ്മയർ ചെയ്യുന്ന ആളുകളാണ്. ബട്ട് നമ്മളെപ്പോലുള്ള ട്രാവലേഴ്സിന് ആക്ച്വലി ഇങ്ങനത്തെ ഉള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് ഒന്നും വലിയ ഇഷ്ടമല്ല. മാത്രമല്ല ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ഇതൊന്നും വലിയ രസമില്ലാന്ന്. ബട്ട് എനിക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇഷ്ടമാണ്. കാരണം ഇവിടെ ഈ വെസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഭാഗത്ത് ധാരാളം ലൈഫ് ഉണ്ട് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൗബോയ് ലൈഫ്. പിന്നെ ഒരു വാസ്റ്റ് എന്താ പറയുക, ഭയങ്കര ഡ്രൈ ലാൻഡ്, ഭയങ്കര ഇതായിട്ട് തോന്നും കേട്ടോ. ഒരു മനുഷ്യന്മാരില്ലാത്ത സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഹിച്ച് ചെയ്ത് ഇങ്ങനെ കറങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് സിറ്റി കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ ലോകത്തിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് എയർപോർട്ട് ആയിട്ടുള്ള ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട്, ആ ഒരു എയർപോർട്ടിലോട്ട് നമ്മൾ കടന്ന് വന്നിട്ടുണ്ട്. ഇതല്ല കേട്ടോ ഇവിടുത്തെ ഫ്രണ്ട് എൻട്രൻസ്, ഈ കാണുന്നതല്ല. ഫ്രണ്ട് എൻട്രൻസ് വേറെയാണ്. നമ്മൾ പുറകു വശത്തൂടെയാണ് വന്ന് കയറുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട്. ഒരു വർഷത്തിൽ 10 കോടിയിലധികം, 10 കോടിക്ക് മുകളിലാണ് ഇവിടുത്തെ ആളുകളുടെ പാസഞ്ചർ കൗണ്ട് കേട്ടോ. അത്രയ്ക്ക് ആളുകളാണ്. ഈ കയറുമ്പോൾ തന്നെ പല രാജ്യങ്ങളുടെ ഫ്ലാഗാണ് കേട്ടോ ഇവിടെ തൂക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമുള്ള എയർപോർട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ എയർപോർട്ടിലോട്ട് ഇതാ അവിടെ കുറേ ഫ്രണ്ടിയർ എയർലൈന്, പിന്നെ ആ കാണുന്നത് അതല്ലേ നമ്മുടെ ഡെൽറ്റയാണോ എന്തോ? ഇത് ഡെൽറ്റ അല്ലേ? ഈ കാണുന്നതെല്ലാം ഡെൽറ്റയുടെ ഹോംലാൻഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ അറ്റ്ലാന്റ. അല്ലെങ്കിൽ ക്ഷമിച്ചേക്കണം, അല്ലെങ്കിൽ കമന്റിൽ പറഞ്ഞു തരണം. ഇവിടെ ഫുള്ള് തിരക്കും തിക്കും. എന്താ ബ്രോ, എന്താണ് ഞാൻ പോണോ? എന്തിനു പോകുന്നത്? പിന്നെ പോവാം. ഒന്നുമില്ലടാ, പോണോ? പോണ്ട മോനെ, പോണ്ട.
പോവല്ല എന്നാ പിന്നെ ലെഫ്റ്റ് പിടിച്ച് വെക്കോ ഒരു രാത്രിക്ക് വന്നിട്ട് നമ്മളെ വെറുതെ കൊതിപ്പിച്ച് കള്ളത്തിനെല്ലാം ഏർപ്പാടായി പോയി. കുഴപ്പമില്ല, അതെന്നെ പിടിച്ചോളാം. അല്ല തുടക്കല്ലേ തുടക്കല്ലേ അമേരിക്കൻ കളികൾ തുടങ്ങിയേ ഉള്ളൂ. അങ്ങനെ ഡെൽറ്റയുടെ നാടായ ഡെൽറ്റയുടെ ടെർമിനൽ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് ഇന്റർനാഷണൽ ടെർമിനലാണ്. ബ്രോ ഇങ്ങോട്ട് ഇരിക്കോ. എന്നിട്ട് ഞാൻ പയ്യെ പോകുന്നു. എനിക്കിനി 3 മണിക്കൂറുണ്ട്. ഇനി ഞാൻ പോകുന്നത് മെക്സിക്കോ. പക്ഷെ മെക്സിക്കോ എന്ന് പറയില്ല, മെഹിക്കോ എന്നാണ് നമ്മൾ ആക്സെന്റ്. തന്നെ മെക്സിക്കക്കാരന്മാരാണ് കേട്ടോ, കുറെ പേര് മെക്സിക്കക്കാർ. ആക്ച്വലി അമേരിക്ക ഒരു പരിധി വരെ റൺ ചെയ്യുന്നത് മെക്സിക്കാരുള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, മെക്സിക്കോക്കാരാണ് പല ജോലികളിലും. മെക്സിക്കൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പാക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവര് ഒരു ദിവസം ഇവിടെ എല്ലാം നിർത്തിയാൽ എനിക്ക് തോന്നുന്നു അമേരിക്ക സ്റ്റക്കാവും കേട്ടോ. അപ്പോൾ സ്റ്റക്കാവുന്ന ദിവസം വരാതിരിക്കട്ടെ. ഞാൻ എന്തായാലും പയ്യ ഇവരെ ബൈ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാ. കേട്ടോ. രണ്ടാമത്തെ ഹക്കാണ് കേട്ടോ. ഓ ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ വിളിക്കാം. ചുമ്മാ അയ്യോ ഇവരോട് ഇന്ന് ചിരിച്ച് ഒരു ഉപ്പാട് വന്നു കേട്ടോ. പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ റിയോ ബ്രോ ഇല്ലേ, കൊച്ചിൻ ഖലീഫയുടെ ഇത് പറഞ്ഞാൽ പുള്ളി വേറൊരു ലെവലാണ് കേട്ടോ. വാ തുറന്ന തമാശയേ ഉള്ളൂ പുള്ളിക്കാരൻ, ഫുള്ള് വാ തുറന്ന തമാശ. അങ്ങനെ അവസാനം ഞാൻ മെക്സിക്കോയിലോട്ട് പോവാം. എൻ്റെ അമ്മ ഇവിടെ ഡെൽറ്റയുടെ ഇതാണ്. ഫുള്ള് തിരക്കാണല്ലോ, ആളും പേരും. ഇവിടെ ഒരു സ്ഥലത്തും ഒരു ഇതില്ല. ഞാനിനി ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്യട്ടെ. ഞാൻ അവസാനം ചെക്കിനിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പാസ്പോർട്ട് സ്കാൻ ചെയ്യട്ടെ. ഞാൻ പാസ്പോർട്ട് സ്കാൻ ആവുന്നില്ലല്ലോ. വി ആർ അണേബിൾ ടു റീഡ് യുവർ ഡോക്യുമെൻ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, വാട്ട് എവർ. ഇൻഫർമേഷൻ നമ്പർ HC2 JIT. ഞാൻ ആക്ച്വലി കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ മെക്സിക്കോയ്ക്ക് വേണ്ടി. ഞാൻ ആദ്യമായിട്ടാണല്ലോ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ വന്നത്, ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇന്ന് സായിക്ക് വേണ്ടി ഇതാക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് കൂടുതൽ എക്സൈറ്റഡ് ആണ്. എൻ്റെ ബാഗ് അറ്റ്ലാന്റ STD. ഞാൻ പോകുന്ന എയർപോർട്ടിൻ്റെ കോഡ് STD എന്നാണ്. ബാഗ് ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. യെസ്, ഒരു ബാഗിന് ഫ്രീ, 2 ബാഗ് ഫ്രീ ആണ് കേട്ടോ ആക്ച്വലി. എനിക്ക് ബാഗ് ആക്ച്വലി ഫ്രീ ആണ്. ചെക്ക് 7 ബാഗ് ഫോർ ഫ്രീ. ഓക്കെ, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നതും മെക്സിക്കോയിൽ പോകുന്നതും സായിയുടെ ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊണ്ടാണ്. അതിനുപരി എൻ്റെ ഇത് വലിയ ലോങ് ടൈം പ്ലാനായിരുന്നു. സായിയെ പോയിട്ട് സർപ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ സായിയുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക. ഈവൻ സായിക്ക് അറിയാം ഞാൻ വരുമെന്ന്, ബട്ട് ഇപ്പം വരുമെന്ന് സായിക്ക് അറിയില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു സർപ്രൈസാണ്. ആൻഡ് മെക്സിക്കോ ഞാൻ സൗത്ത് അമേരിക്ക ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ പണ്ട് മുതലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. സ്പാനിഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ് ഞാൻ. സെക്യൂരിറ്റി ചെക്കിലോട്ട് വന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ ഇവിടെ ആക്ച്വലി US ഇൻ്റർനാഷണൽ ഫ്ലൈ ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി എമിഗ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി അങ്ങനെ എമിഗ്രേഷൻ സിസ്റ്റം ഈ സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞു. പിന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇവിടെ ഒരു പോർഷയൊക്കെ ഇതിൻ്റെ അകത്ത് താണ്ടെ ഇവിടെ ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ സംഭവങ്ങൾ. ഞാനിനി എൻ്റെ ഗേറ്റിലോട്ട് പോകണം. ഒരു 2 മണിക്കൂർ എനിക്ക് ഇനിയും ടൈമുണ്ട്. പിന്നെ ഇവർക്ക് എല്ലാ എയർപോർട്ടുകളിലും, മിക്ക എയർപോർട്ടുകളിലും ഡെൽറ്റയുടെ മിലിറ്ററി ലോഞ്ച് ഉണ്ട് കേട്ടോ. മിലിറ്ററി ആളുകൾക്ക് പോയിട്ട് ലോഞ്ച് ആസ്വദിക്കാൻ വേണ്ടിയായിട്ടുള്ള ലോഞ്ച് ഉണ്ട് കാണുന്നതാണ് കേട്ടോ. ഇവരുടെ മിലിറ്ററി ലോഞ്ച്, മിലിറ്ററിക്ക് വേണ്ടിയായിട്ടുള്ള ഒരു ലോഞ്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ ഗേറ്റിലോട്ട് നടന്നു പോവുക. ഫൈനലി എൻ്റെ ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ചെക്കിലാണല്ലോ. ഞാൻ ബോർഡിംഗ് പാസ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ഇവിടെ നിന്ന് ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യിപ്പിക്കുമെന്ന് തോന്നുന്നു. മെക്സിക്കോയിലോട്ട് നമുക്ക് വിസ വേണം ഇന്ത്യക്കാർക്ക്. ബട്ട് നിങ്ങളുടെ കയ്യിൽ US വിസയോ നിങ്ങളുടെ കയ്യിൽ ഒരു ഷെങ്കൻ യൂറോപ്പിൻ്റെ വിസയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ മെക്സിക്കോയിൽ കിട്ടും. അപ്പോൾ ധാരാളം ഡെൽറ്റ വിമാനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ആ കാണുന്ന ഡെൽറ്റയുടെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ഒരു ATL, നമ്മുടെ അറ്റ്ലാന്റിക് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 1.5 മണിക്കൂർ എനിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ലാസ്റ്റ് കോളിൽ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പോൾ പോകുന്നത് മെക്സിക്കോയിലെ ഒരു പെനിസിലയുടെ ഒരു മൂട്ടിലാണ് കേട്ടോ. ലാസ് കബോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. കബോസ് ആൻഡ് ലൂക്കാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആക്ച്വലി പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ സായി താമസിക്കുന്നത്. അതൊരു വിചിത്രമായിട്ടുള്ളൊരു മൂലയാണ് കേട്ടോ. ധാരാളം അമേരിക്കൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വെക്കേഷന് വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. ഐ എം വെരി എക്സൈറ്റഡ്. ഇതിലെന്താണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്രീ വൈഫൈ ഉണ്ട്. ബട്ട് മൈൽ മെമ്പേഴ്സിന് മാത്രമാണ് കേട്ടോ. സ്കൈ മൈൽ മെമ്പേഴ്സിന് മാത്രമാണ്. അത്യാവശ്യം എനിക്കൊന്ന് വലിയ എയർലൈൻ ആണെന്ന് തോന്നുന്നു. മാത്രമല്ല 5 മണിക്കൂർ, ഏകദേശം 4.5 മണിക്കൂർ എന്തോ യാത്ര ഉണ്ട്. Hey, what's up? Where are you guys going? We're going to Cabo. You're from States? Yeah, we're from here. Are you going for a vacation? Yeah. കണ്ടില്ലേ, അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട വെക്കേഷൻ സ്പോട്ട് കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ സായിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സായിയുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറഞ്ഞത് എനിക്ക് എൻ്റെ ബ്രസീൽ വിസ കിട്ടിയില്ല, അതുകൊണ്ട് എന്തായാലും വരാൻ ലേറ്റ് ആവുമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ബിസിനസ് ക്ലാസ്. അങ്ങനല്ലേ എൻ്റെ സീറ്റിലോട്ട് വന്നിട്ടുണ്ട്. 29 ഈ കാണുന്നതാണ് എൻ്റെ സീറ്റ്. പുള്ളിക്കാരി ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് വേണം. ഇതിൽ കയറി ഈ കാണുന്നതാണ് നമ്മുടെ ഡെൽറ്റയിലെ ഓൾറെഡി ഞാൻ മുമ്പ് യാത്ര ചെയ്ത ആ ഒരു സെയിം ടൈപ്പ് വിമാനം തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നെഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ എനിക്ക് അവളുടെ ലൊക്കേഷൻ അറിയാം, സായിയുടെ ലൊക്കേഷൻ അറിയാം. ബട്ട് ഞാൻ സ്റ്റിൽ ഒരു ചെറിയ രീതിയിൽ എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ മെക്സിക്കോ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലും ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അത് നോക്കാം കേട്ടോ. Are you heading to Las Cobos? Is that your first time? No, my mom has a house down there. So Okay. So you live there? Part of the time, yeah. Okay. പോകുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് ഇതെന്താ, ഇത് ലോഡും ആവുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ നോർത്ത് അമേരിക്കയുടെ മാപ്പ്. ഈ കാണുന്ന അറ്റ്ലാന്റയിൽ നിന്ന് ഞാൻ ഇതാണ്ട് മെക്സിക്കോ ഇത്രയും വലുതാണ് കേട്ടോ. ഇത് കറക്റ്റ് വരുന്നുമില്ല. മെക്സിക്കോ ഇത്രയും വലുതാണ്. ഇതാണ് കേട്ടോ, ഇത്രയും വരുന്നതാണ് മെക്സിക്കോയുടെ ക്യാപിറ്റൽ വരുന്നത് ഇവിടെയാണ്. ബട്ട് മെക്സിക്കോയിലെ ഈ ഒരു ഭാഗമല്ലേ, ഇവിടെയാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു മൂട്ടിലാണ് ഞാൻ പോകുന്നത്. മെക്സിക്കോയുടെ ക്യാപിറ്റലിൽ നിന്ന് നല്ല ദൂരമുണ്ട്, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ബോർഡർ. ഇതിൻ്റെ മുകളിലോട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പം ഞാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ്. ഏകദേശം 5 മണിക്കൂറോളം ഫ്ലൈറ്റ് ഇതുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ മിയാമി വരുന്നത്. പിന്നെ ഇങ്ങോട്ട് ക്യൂബ, നമ്മുടെ പോർട്ടോറിക്കോ അതൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ടാണ് ബാക്കി രാജ്യങ്ങൾ. എൻ്റെ ഇനിയുള്ള പ്ലാന് പയ്യെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സൗത്ത് അമേരിക്ക, നമ്മുടെ ഏഷ്യ, കണ്ടേ. ഇത് നമ്മുടെ ആഫ്രിക്ക, ഇത് നമ്മുടെ യൂറോപ്പ്, ഈ ഒരു ഭാഗം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് കൺട്രീസ്. ഇവിടെ നമ്മുടെ ഇന്ത്യ, കണ്ടില്ലേ. ഇവിടെ നിന്നാണ്ട് ഇത്രയും ദൂരത്തിലാണ്, 10 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഇവിടെ പോകുമ്പോൾ ടൈം ഡിഫറൻസ് കൂടുതൽ മാറും. 12 13 മണിക്കൂർ ഡിഫറൻസ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് മെക്സിക്കോയിൽ വെച്ച് കാണാം. ഞാൻ തൊട്ടടുത്തുള്ള ഒരു പുള്ളിക്കാരിയായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. യെസ്. കയറിയ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ ക്രോസ് ചെയ്ത് ഈ കാണുന്നതാണ് നമ്മുടെ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന റീജിയൻ. അതേ, നമ്മുടെ ഫ്ലൈറ്റ് അവസാനം ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗൾഫ് ഓഫ് മെക്സിക്കോ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് നേരാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ നോർത്ത് അമേരിക്കയുടെ മാപ്പ്. ഈ കാണുന്നത് നമ്മുടെ മെക്സിക്കോയിൽ നമ്മുടെ ഗൾഫ് ഓഫ് മെക്സിക്കോ ഈ കാണുന്നത് ക്രോസ് ചെയ്ത് ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ വന്നിറങ്ങുന്നത്. പുറത്തോട്ട് പോകാം. നമ്മുടെ സായിയുടെ നാട്ടിൽ ഞാൻ ലാൻഡ് ചെയ്യുവാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ബീച്ചും ഡെസേർട്ടും
ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയകളാണ്. അതുകൊണ്ട് അത്യാവശ്യം ഇതെന്ന് പറയുമ്പം അമേരിക്കൻസൊക്കെ ധാരാളം ആഡംബര ഹോളിഡേയ്സൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളാണ്. ഉള്ള വീടുകളും സംഭവങ്ങളൊക്കെ കണ്ടോ. ആക്ച്വലി നമ്മുടെ സായിയുടെ സ്ഥലം ഇതല്ല കേട്ടോ. നഗരം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കണ്ടില്ല, ഓരോ വീടുകളും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള റീജിയന്. ഈ കാണുന്നതെല്ലാം വീടുകളാണ്, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വീടുകൾ. ഫൈനലി നമ്മുടെ വിമാനം താണ്ടെ മെക്സിക്കോയിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആളുകളൊക്കെ കൈയടിക്കാൻ. ഈ കാണുന്ന കബോ സാൻ ലൂക്കാസ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ സായിയുടെ സ്ഥലം. ഞാനിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് അതിന് തൊട്ട് ഒരു 50 കിലോമീറ്റർ അകലെയുള്ള സാൻ ജോസ് ഡെൽ കാബോ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മാപ്പിൻ്റെ അവസ്ഥ കണ്ടോ. ഒരു 10-15 മിനിറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് മൂവ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് പോകാനുള്ള ഗേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു എയർപോർട്ടും കൂടിയാണ്. ധാരാളം ഫ്ലൈറ്റുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. ആ കാണുന്ന യുണൈറ്റഡ് അമേരിക്കൻ എയർലൈനാണ്. പിന്നെ ഈ കാണുന്ന വൊളാരിസ് മെക്സിക്കൻ എയർലൈനാണ്. ഈ കാണുന്ന 2 എയർലൈൻ. പിന്നെ അതുകൊണ്ട് ആ കാണുന്നതും നമ്മുടെ വൊളാരിസ് എന്ന് പറയുന്ന എയർലൈനാണ്. മെക്സിക്കോയുടെ തന്നെ എയർലൈനാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് അമേരിക്കൻ എയർലൈൻ, അമേരിക്കൻ കമ്പനി. ഇതാണ് കേട്ടോ ഇവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇവിടെ അവരുപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, സ്പാനിഷ് ഭാഷയാണ്. എയർപോർട്ടോ എൻകാസിയോണൽ ഡെ ലോസ് കാബോസ്. അത്യാവശ്യം ധാരാളം ഫ്ലൈറ്റ്സുകളുണ്ട് കേട്ടോ. യുണൈറ്റഡിൻ്റെ വിമാനം, വൊളാരിസ്, പിന്നെ വൊളാരിസ് തന്നെയാണ് കൂടുതൽ. പിന്നെ സൗത്ത് വെസ്റ്റ് എയർലൈന്. നമ്മളിനി നേരെ ഇവിടുത്തെ ടെർമിനലിലോട്ട് പോവുകയാണ്. വേറൊരു വൈബ് കേട്ടോ ഇവിടെ. നമ്മുടെ അലാസ്ക എയർലൈൻ കാണാൻ സാധിക്കും അങ്ങോട്ട്. ഒരു അരമണിക്കൂർ അവരിവിടെ പിടിച്ചിട്ട് കേട്ടോ. എൻ്റെ സമയം ഫുള്ള് പോയി. കാരണം സമയം കൂടുന്തോറും ഞാൻ ഓൺലൈനിൽ കാണില്ല. ചിലപ്പം സായിക്ക് ഡൗട്ട് തോന്നും. അപ്പോൾ എനിക്ക് സർപ്രൈസ് കറക്റ്റ് നടക്കില്ല. ഞാൻ ആക്ച്വലി എനിക്കറിയില്ല കേട്ടോ ഇവിടെ നിന്ന് എങ്ങനെ ഹിച്ചേക്ക് ചെയ്ത് പോകണം. ഇവിടെ നിന്ന് ബസ് കാര്യങ്ങളൊന്നുമില്ല. മിക്കവാറും ഹിച്ചേക്ക് ചെയ്തിട്ട് വേണം സിറ്റിയിൽ പോകാനായിട്ട്. ഞാൻ ഫസ്റ്റാണ് കേട്ടോ. ഞാൻ മെക്സിക്കോ കുറിച്ച് വലിയ ധാരണയല്ല, ഉള്ള ധാരണ വെച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വാവ്, ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവസാനം വെൽക്കം ടു മെക്സിക്കോ. മെക്സിക്കോ ബിയൻവെനീദോ മെഹിക്കോ. അവസാനം നമ്മൾ ബസ്സിൽ കയറി ടെർമിനലിലോട്ട് പോവാണ് കേട്ടോ. അതിന് എൻ്റെ ബാഗ് എനിക്ക് കളക്ട് ചെയ്യണം. എന്നിട്ട് മെയിൻ റോഡിൽ പോയിട്ട് ഹിച്ചേക്ക് ചെയ്യണം. അതാണ് പ്ലാൻ. ഇവിടുത്തെ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ബീച്ച് ടൂറിസത്തിൻ്റെ പ്രൊമോഷൻസ് ആണ് കേട്ടോ. കാരണം ഇവിടെ ധാരാളം പേര് സെയിലിങ്ങിന് വരാറുണ്ട്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ബീച്ച് അത്യാവശ്യം ആക്ച്വലി ഫേമസ് ആണ് ഇവിടെ. ഫൈനലി എൻ്റെ അടുത്ത് ചോദിച്ചു ഗ്രീൻ കാർഡ് ഉണ്ടോ അല്ലെങ്കിൽ വിസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അമേരിക്കയുടെ വിസ കാണിച്ചു കൊടുത്തു. എനിക്കപ്പം തന്നെ അടിച്ചു തന്നു. വേറെ ഒന്നും ചോദിച്ചില്ല. വളരെ ഈസി ആയിരുന്നു. ഞാൻ എൻ്റെ ബാഗ് എടുക്കട്ടെ. അവസാനം ഇതിൻ്റെ ഇടയിൽ ഡിക്ലറേഷൻ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. വെൽക്കം ടു ലാസ് കബോസ്. അങ്ങനെ മെക്സിക്കോയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാനങ്ങനെ നമ്മുടെ എയർപോർട്ടിന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ലോക ജനമാണല്ലോ നിൽക്കുന്നത്. എയർപോർട്ടിന് പുറത്ത് ആളുകളെ വിളിക്കാനൊക്കെ ആയിട്ട് ഫുൾ ആളുകൾ. എയർപോർട്ടിന് പുറത്ത് ഈ ടൂറ് ബുക്ക് ചെയ്ത് വരുന്ന ആളുകളെ വിളിക്കാനുള്ള ഒരു കൂട്ടമാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഭയങ്കര അടിപൊളി. ഇവിടെ ഭക്ഷണശാലകൾ, ബിവറേജസ് ഒക്കെയാണ് കേട്ടോ. ആൽക്കഹോൾ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളും സംഭവങ്ങളൊക്കെ. ഇവിടെ പാർട്ടി പ്ലേസ് ആണ് കേട്ടോ. ഭയങ്കര പാർട്ടിയുടെ ഒരു പ്ലേസ് ആണ്. ഞാനങ്ങനെ അവസാനം എയർപോർട്ടിന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്.
ഇനി 2 മണിക്കൂറിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കഞ്ചാവിൻ്റെ മണം ഉണ്ടല്ലോ. മെക്സിക്കോയിലെ ഡ്രഗ്സ് കാര്യങ്ങൾ കാർട്ടൽ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ അമേരിക്കൻ സിനിമാസ് മെക്സിക്കോ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതറിയാമല്ലോ. അത് ഒരു പരിധിയിൽ കറക്റ്റാണ്, പിന്നെ എല്ലാത്തിലും കറക്റ്റല്ല. എൻ്റെ സൗണ്ട് എന്തോ പോയി. ഇതിനിടയിൽ ഞാൻ ഒരു ലോങ് കോൾ ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ടയേർഡാണ്, കുറച്ച് സ്ട്രെസ്ഡാണ്, ആൻഡ് കുറച്ച് വിഷമത്തിലാണ്. എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബോട്ടിൽ പോയി നമ്മുടെ സായിക്ക് ഒരു സർപ്രൈസ് കൊടുക്കട്ടെ. ബസ് സ്റ്റോപ്പ് തപ്പിയാണ് ഞാൻ പോകുന്നത്. കാണുന്നതാണ് നമ്മുടെ ലാസ് കാബോസ് എയർപോർട്ടിൻ്റെ ടെർമിനൽ 2. ഇവിടെ നിന്നാണ് ഞാൻ വന്നത്. ഇനി നമ്മുടെ ടെർമിനൽ 1 ഞാൻ നടക്കുക. ബസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ആയിട്ട് എൻ്റെ ഫസ്റ്റ് ഇൻട്രാക്ഷനാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ ബസ്സിന് എന്തോ ചോദിക്കുകയാണ് കേട്ടോ. ലിഫ്റ്റ് അടിച്ചു വേണമെങ്കിൽ പോവാം, പക്ഷേ ഞാൻ വിചാരിച്ചു ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ പോകാമെന്ന്. അതാണ് ഏറ്റവും ബെറ്റർ. ഹിയർ യു ക്യാൻ ടേക്ക് ദ ട്രക്ക് ടു Cabo San Lucas. Truck, no bus? Bus? Yeah, no? bus. Bus. The bus is Here. here. Time, Yeah. time, you know time? ഇവിടെ അതാണ്ട് സാൻ ലൂക്കാസ് ഏതോ ഒരു ബസ് വരുന്നുണ്ട്. ഈ ബസ് തന്നെയാണോ? ഓക്കെ, ഈ ബസ്സാണ് കേട്ടോ എനിക്ക് പോവേണ്ടത്. Other side. Okay, yeah, okay. Santa Anita. Okay. Maybe the next bus Okay. is Cabo San Lucas. It's from Cabo San Gracias. Lucas. De nada. പാവം ഒരു പെൺകുട്ടി കേട്ടോ. പാവം ചേച്ചിയോ അനിയത്തിയോ പെൺകുട്ടിയോ. ബട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ മെക്സിക്കോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നല്ല ആൾക്കാർ കേട്ടോ. ഭയങ്കര എന്തോ ഫസ്റ്റ് ഇംപ്രഷൻ പുള്ളിക്കാരിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു മെക്സിക്കോ പുള്ളിക്കാരി എനിക്കൊരു പോസിറ്റീവ് വൈബ് വന്നു കേട്ടോ. ഫൈനലി നമ്മുടെ ബസ് വന്ന് ഞാനിനി ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നു. ബസ്സിൽ കയറിയിട്ട് സിറ്റിയിലോട്ട് പോകണം. ഇത് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഈ എയർപോർട്ടിൽ നിന്ന് ജോലി ചെയ്ത് പോകുന്നവരെല്ലാം പോകുന്ന വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ഇതാ റഷാണ്. പടച്ചവനെ നല്ല തിരക്കാണല്ലോ വണ്ടിയിൽ. ഫുള്ള് ഇവിടെ അവരുടെ പൈസ എല്ലാം മെക്സിക്കൻ പെസോസിലാണെങ്കിലും ഡോളർ കൊടുത്തപ്പോൾ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. $5. $5 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം 500 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. ഒരു $1 അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് നേരെ ഇനി നമ്മൾ സിറ്റിയിലോട്ടാണ് പോകുന്നത്. ബസ് ഫുൾ ആൾക്കാർ കേട്ടോ. എന്നാലും ബസ്സിന് പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇത്രയും വില ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പല ആൾക്കാരും ഇവിടെ വരുന്നവർ ടൂറിസ്റ്റൊക്കെ അവർ റെൻറ്റ് കാർ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ആക്ച്വലി ബസ്സും റോഡൊക്കെ വളരെ പരിതാപകരമാണല്ലോ. ബസ് കിടന്ന് കൊലിങ്ങി ഇതെങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പം നല്ല രസം കേട്ടോ ബസ്സിൽ ഇരുന്നപ്പോൾ. ഇവിടുത്തെ ആളുകളൊക്കെ ഒരു രസമുള്ള ആളുകൾ. ചില ആളുകളെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ അറിയില്ല കേട്ടോ, എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിങ്. ഇവിടെയും കുണ്ടും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. അത് റോഡൊക്കെ കുറച്ച് മോശമാണ്. ബട്ട് നമ്മൾ സിറ്റിയിലോട്ട് പോകുമ്പോൾ ഇനി 1 മണിക്കൂർ എടുക്കും. ട്രാഫിക് കണ്ടില്ലേ, നല്ല മനോഹരമാണ് കേട്ടോ. എന്നതാണ് നമ്മുടെ ബസ്. ഇവിടെ ഓരോ ബസ് സ്റ്റോപ്പിലായിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ കയറുക. അത് പൂച്ചയൊക്കെ കൊണ്ട് കയറുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ലോക്കൽ പൈസ കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. എല്ലാവരും മെക്സിക്കൻ പെസോസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും. ഇവരിവിടെ ആരൊക്കെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അവർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ബസ് ഡ്രൈവർ. പിന്നെ എനിക്കൊന്ന് സ്റ്റുഡൻസ് ഐ ഡി കാണിക്കുമ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസ് ഐ ഡി കൊടുക്കുമ്പോൾ ഇവർ കുറച്ച് കോയിൻസ് മാത്രം കൊടുക്കും. ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ സമയമാവാറായി കേട്ടോ. ഇവിടെ ഫുള്ള് കാക്ടസിൻ്റെ ഇത് കണ്ടോ, ചെടികൾ, മരങ്ങൾ. ഇവിടെ ഫുള്ള് പൊടിയും ഇതുമൊക്കെ ആയിട്ട്. എനിക്കൊരു ചേട്ടൻ വൈഫ് ആണ്. ഗ്രാസിയാസ് ബ്രോ, ഗ്രാസിയാസ്. കുറേ ദൂരമുണ്ട് കേട്ടോ എൻ്റെ യാത്ര. ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. ആളുകൾ കയറുന്നു, ഇറങ്ങുന്നു, കുറേ പേര് വരുന്നു, പോകുന്നു. എൻ്റെ അമ്മ ഇവിടത്തുള്ള ആളുകൾ കണ്ടില്ലേ. ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. എൻ്റെ അമ്മ ഫുൾ ആളുകൾ കേട്ടോ. വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുൾ ആളും പേരും. സോറി. വാ, പുറത്തെ മണത്തിന് തന്നെ വേറെ സ്മെല്ല് കേട്ടോ. അടിപൊളി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി ഇവിടെ എത്തിയപ്പോൾ. അടിപൊളി, വേറെ ലെവല്. സായി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് കാഴ്ച. അടിപൊളി മനോഹരമായിട്ടുള്ള ബീച്ചുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. മനോഹരമായിട്ടുള്ള ബീച്ചുണ്ട്. സായിയുടെ നാട് ആക്ച്വലി അടിപൊളിയാണ്. ഞാനപ്പോൾ ഇനി എന്തായാലും
ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി കേട്ടോ. സായെ ഇട്ട് ഞാൻ കുറച്ച് വട്ടാക്കിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ സായിയുടെ നാട്ടിൽ വരുന്നില്ല എന്നുള്ള രീതിയിലാക്കിയിട്ട് നാളെ രാവിലെ പോയി സായിയെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാളെ രാവിലെ കൊടുത്താലോ. നല്ല അടിപൊളി രസമുള്ള പെൺകുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുള്ള പെൺകുട്ടികൾ. ഞാൻ ആ രീതിയിൽ പറഞ്ഞതല്ല, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആൺകുട്ടികളെ നാളെ കാണാൻ ഭംഗിയുണ്ട്. പെട്ടെന്ന് ആ ഒരു ചേച്ചിയെ കേട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വേറൊരു ഒരാളെന്നെ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ആ ഒരാളെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സായിയെ കറക്റ്റ് നല്ല രീതിയിൽ സർപ്രൈസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണം. ഹലോ, ഇവിടെ കുറേ ചൈനീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ചൈനീസല്ല, പിന്നെ അമേരിക്കൻ ചൈനീസുകാർ, അവരൊക്കെ ധാരാളം വരും. ഇവിടെ എന്താ സ്മോക്കിൻ്റെ ഷോപ്പാണോ? എൻ്റെ ആകെ ഒറ്റ പേടി ഇതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്കൂടെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സായി വല്ലോ അതിൽ കണ്ടാൽ പോയി. അല്ലാ, ഐ എം സൂപ്പർ എക്സൈറ്റഡ്. നമ്മുടെ അമേരിക്കയിലെ പോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചിലയിടത്ത് ഇങ്ങനെ സ്ട്രീറ്റിൽ ഹോംലെസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും കഫേസ്, പിസറ്റേരിയ, അങ്ങനെയുള്ള ഷോപ്പുകൾ. നമ്മുടെ $1 കൊടുക്കുമ്പോൾ 17 ലോക്കൽ കറക്റ്റ്. നെയ്ബർഹുഡൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇതുപോലുള്ള പനമരങ്ങൾ, പിന്നെ കുറേ ടാക്കോസ് അറിയാമല്ലോ, മെക്സിക്കൻ ഭക്ഷണമായിട്ടുള്ള ടാക്കോസ്. പിന്നെ ഇതെല്ലാം ടൂറിസ്റ്റ് ഏരിയകളാണ് കേട്ടോ. അതായത് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. ബീച്ചൊക്കെ നല്ല രസമാണ്. എല്ലായിടത്തും ഇതുപോലത്തുള്ള കാറ്റ്കസ് സംഭവങ്ങൾ, ഇതാണ് ഇവിടുത്തെ ഇതുണ്ടല്ലോ, ആ സാധനങ്ങൾ ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കും. ഞാൻ പേടിച്ചു കേട്ടോ. ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോംലെസ് പോലുള്ള ഒരു ചേട്ടൻ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ വിൽക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരൻ്റെ രൂപം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിച്ചു പോയി. സൗത്ത് അമേരിക്കയിൽ ഞാൻ ആദ്യമായിട്ടാണ്, സൗത്ത് അമേരിക്ക അല്ല, സോറി, ഇതിപ്പോഴും നോർത്ത് അമേരിക്ക തന്നെയാണ്. ബട്ട് മെക്സിക്കൻസൊക്കെ ഇവരുടെ ലാറ്റിൻ ആൾക്കാരായിട്ടാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക അങ്ങനെയാണ് ഇവർ തന്നെ പറയുന്നത്. ഇവരെ നോർത്ത് അമേരിക്കക്കാരായിട്ട് മെക്സിക്കക്കാർ തന്നെ കാണുന്നില്ല. ഒരു പരിധിവരെ കൾച്ചർ സ്പാനിഷാണ്, സ്പീക്കിംഗ് ലാംഗ്വേജ് കുറേ രീതിയൊക്കെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരേണ്ട സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഈ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഫ്രണ്ടിനെ വിളിക്കണം. ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ട് ചില സ്ട്രീറ്റ് ഫുഡ് വീടുകളിലുള്ള പുറത്തുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ, നല്ല അവസാനം ദിസ് മൈ ലാംഗ്വേജ്. അവസാനം ഞാൻ വന്നു. ഞാൻ ആളെ കണ്ടുപിടിച്ചു, വന്നു, വീട്ടിൽ വന്ന് കുറച്ച് നേരമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. കുറച്ച് ടയേർഡുണ്ട് കേട്ടോ, അത്യാവശ്യം ടയേർഡായിട്ട് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി എനിക്ക് വന്നിട്ട് ഒരു ചെറിയൊരു ടീ ഒക്കെ ഉണ്ടാക്കി. ഇത് നമ്മുടെ മഞ്ഞപ്പൊടി, സിനമണ്, പിന്നെ കുറച്ച് പാല് എല്ലാം കൂടെ ഇട്ട് ഒരു ബദാം മിൽക്കിന്റെ ടേസ്റ്റ്. ഹലോ, hola, ¿cómo estás? Bien. Gracias, por favor. Soy Michelle de Los Cabos. Oh, I don't know. What did you say? Like, my name is Michelle from Los Cabos. Okay. So, അവളുടെ പേര് പറഞ്ഞാണ് കേട്ടോ. ഇത് മിഷേല്, മിച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. മിച്ചിക്ക് ആക്ച്വലി നമ്മുടെ സായി അറിയാം. അപ്പോൾ നാളെയാണ് ഞാൻ സായിക്ക് സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. ഹൗ ഇസ് യുവർ ലൈഫ് ഗോയിങ്? വാട്ട് ആർ യു ഡൂയിങ് ഇൻ യുവർ ലൈഫ്? I'm a tattoo artist, as you can see. So I'll get a free tattoo? Maybe. No, that's okay. I don't know. You have tattoos? No, I don't have tattoos, but it's okay. Thank you. ഇവിടെ പുള്ളിക്കാരി ടാറ്റു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ പുള്ളിക്കാരി. ഇതാണ്ട് ഇവിടെ പുള്ളിക്കാരിയുടെ ബെഡ് അടിപൊളിയായിട്ടോ. പുള്ളിക്കാരി വരച്ച ചിത്രങ്ങളാണ്. പിന്നെ ഈ കാണുന്ന ഒരു സ്ത്രീ നമ്മുടെ ഫിലിപ്പീൻസിലെ ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഈ രീതിയിലുള്ള ടാറ്റു ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ ഇവർ ടാറ്റു ചെയ്യുന്നതുകൊണ്ട്. പിന്നെ പുള്ളിക്കാരി, can I see your mehendi? Yeah. Wow. How did you learn this? I learned it like 12 years ago. Okay. In a festival in Guatemala festival. Yeah, so one girl did a mehndi for me and I get in love with mehndi, so I started to do it. കൊള്ളാം കേട്ടോ, നൈസ്. പുള്ളിക്കാരി അടിപൊളിയായിട്ട് വരയ്ക്കും. ഓൾറെഡി ഞാൻ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവള് വരയ്ക്കുന്നത്. And thank you for hosting me. Lovely to meet you. Nice to meet you. എനിക്ക് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. Un regalito. ¿Un regalito? Regalito is a gift. Un regalito. I need to improve my Spanish. Soon, From today, I will start speaking Spanish with you. Yeah. Okay? Okay. How I say okay, deal? Claro. Okay, claro. Vamos a aprender.
Yeah, let's do it. Something like that. So yes, and how do you say bon appetit? Buen provecho. Buen? Buen provecho. Buen provecho and gracias for the tea. അടിപൊളിയായിട്ടോ സാധനം. അടിപൊളി സാധനം. So I'll start with the history class. You will not get bored, right? No. History of my place. Okay, I want to. കേരളത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ്. കേരളം പഠിപ്പിച്ചു കൊടുക്കട്ടെ ഞാന്. Qué bonito. Qué bonito. Qué bonito. So next time you come to Kerala, okay? Yes, I think. See? I want to go, yes. You should. What to say? If I would saw this picture, I didn't think it would. You don't think it's in India? You cannot believe. No. ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യ ആണെന്ന് വിചാരിക്കാനേ പറ്റുന്നില്ല എന്നാണ് കേട്ടോ പറയണത്. But this is India. It's so It's one part of India. Yeah. It's a God's own country. Wow. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് എല്ലായിടത്തും ബാറും പബ്ബൊക്കെയാണ് കേട്ടോ. ഫുള്ള് മ്യൂസിക് ആണ് ഇവിടെ. ഫുള്ള് എവിടെ നോക്കിയാലും പാട്ടും വൈബും. അടിപൊളി വൈബാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുള്ള് മ്യൂസിക്കും. Are you understanding me? Hola señorita, where are we going? Vamos para la playa. Okay, let's go to beach. Marina and then to la playa. La playa means? The beach. Oh, la playa is beach. Yeah. Vamos la playa. Let's go to la playa. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡൗൺ ഭാഗങ്ങള്, അതായത് സെൻട്രൽ ഭാഗങ്ങള്. അധികം സെൻട്രലിലോട്ടൊന്നും പോകുന്നില്ല, അഥവാ സായിയോ വല്ലോ അപ്രതീക്ഷയായിട്ട് കണ്ടാലോ. ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഫുള്ള് വെട്ടവും പാട്ടും ആ ഒരു ഭാഗത്തോട്ട് പോയി. ഫുള്ള് ലൈറ്റാണ് കേട്ടോ അവിടോട്ട്. You want to film that? നമ്മളിവിടെ നടന്ന് നമ്മുടെ മറീനയിലോട്ടാണ് കേട്ടോ വന്നത്. മറീനയിലൊരു ഇവർ സുവനീസൊക്കെ വിൽക്കുന്ന സ്ത്രീകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെയും ക്ലബ്ബുകളും സംഭവങ്ങളൊക്കെ ധാരാളം റെസ്റ്റോറൻറ്റ് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. ലാ കാസ കൺട്രി. നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ സെയിൽ ചെയ്ത് വരുന്ന കുറേ ബോട്ടുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു മറീന ഏരിയ ആണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് നമ്മൾ പയ്യെ ബീച്ചിലോട്ട് പോകാൻ പറ്റും. അവിടെ അങ്ങ് ദൂരമായിട്ട് കണ്ടതില്ലേ, അത് സീ ലയണാണ്. നമ്മുടെ സീ ലയണാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ, ആ ബോട്ടിൽ ഫുള്ള് കയറിയിരിക്കുക. ആ ബോട്ടിൽ ഫുള്ള് സീ ലൈൻ കയറിയിരിക്കുന്ന നോക്കിക്ക്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലുള്ള കുറേ റെസ്റ്റോറൻറ്റുകളും ക്ലബ്ബുകളും. ഇത് നമ്മുടെ ബീച്ച് ഭാഗമാണ്. നല്ല രസമുണ്ട് കേട്ടോ.